മോളെ, ഞാൻ നിന്നോട് പറയാതെ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എവിടെ? സത്യാമ്മയുടെ വീട്ടില്. എന്റെ കയ്യില് നമ്മുടെ ഈ വീടിന്റെ ആധാരവും ഉണ്ടായിരുന്നു. എന്റെ അമ്മ, സത്യാമ്മ ഇത് സ്വീകരിക്കുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതോ അമ്മയുടെ കയ്യിൽ നിന്ന്? ഒരിക്കലും വാങ്ങിക്കില്ല. ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ അമ്മയെ നാണം കെടാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടില്ലായിരുന്നു. ഇതിൽ നാണക്കേടിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മളൊരു സഹായം വെച്ച് നീട്ടി, അത് നമ്മുടെ മര്യാദ. പക്ഷെ അമ്മ കാണിച്ച മര്യാദയ്ക്ക് അവര് തിരിച്ചു മര്യാദ കാണിച്ചോ? ഇല്ലല്ലോ, കാണിക്കില്ല. മാത്രമല്ല നല്ല ചീത്തയും പറഞ്ഞു കാണുമല്ലോ. ഏയ്, കുറച്ച് ചൂടായിട്ട് സംസാരിച്ചു. അത് പിന്നെ അവരുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഈ സ്വഭാവം തന്നെയാമ്മേ കുടുംബം തകർത്തത്. എനിക്കിപ്പോ ഒരു പേടിയുള്ളൂ. ഇത്രയും കടുംപിടുത്തം പിടിക്കുന്ന സ്ത്രീ വിഷ്ണുവും നീയും മോളും കൂടി ഒന്നിച്ചൊന്ന് കേൾക്കുമ്പോ എന്ത് ഭൂകമ്പമായിരിക്കും ഉണ്ടാക്കുന്നതെന്നാ. മോളെ, അവര് അടങ്ങിയിരിക്കുവോ? സ്വന്തം കുടുംബം കാൽച്ചുവട്ടിന്ന് ഒലിച്ചു പോകാൻ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും ഇത്രയും തന്റെ ഇടത്തോടെ അവർക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരേത് പ്രതിസന്ധിയും നീന്തി കയറാൻ ഒരുങ്ങി തന്നെ നിൽക്കുക. എത്ര ശത്രുക്കൾ അവർക്കെതിരെ വന്നാലും അവര് പതറില്ലമ്മേ. അതാണ് സത്യാമ്മ. ഈ ഒരു ചങ്കുറ്റം കൊണ്ട് മാത്രം ഈ ഒരു അവസ്ഥയിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ച് മുന്നേറി പോകുന്നതും. നമ്മളൊക്കെയാണെങ്കിൽ തകർന്നു പോവും. ഒന്നുമല്ലെങ്കിൽ കുഴഞ്ഞെങ്കിലും വീഴും. ഇപ്പൊ തന്നെ ഈ ഓട്ടം മുഴുവൻ ഓടിയപ്പോ എന്റെ പകുതി ജീവൻ പോയ പോലെയാ. ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ, ഒന്ന് കുളിക്കണം, എന്നാലേ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറും.